നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ യുവേഫ യൂറോ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. ബാക്കിയുള്ള എല്ലാ ടീമുകളും അവസാന ഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ടൂർണമെന്റിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ഫ്രാൻസ്. മാത്രമല്ല, കിലിയൻ എംബപ്പയുടെ ക്യാപ്റ്റൻസിയിൽ ഫ്രാൻസ് ആദ്യമായി പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ കൂടിയാണ് ഇത്. എന്നാൽ ഫ്രാൻസിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാമ്പിൽ ഫ്ലൂ വൈറസിന്റെ പ്രശ്നം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല താരങ്ങൾക്കും വൈറൽ പനി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ കിലിയൻ എംബപ്പെ, സൂപ്പർ താരം കിങ്സ്ലി കോമാൻ എന്നിവർക്കൊക്കെ പനി ബാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങളും കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു സൂപ്പർ താരമായ ഡെംബലക്കും പനി പിടിപെട്ടിരുന്നു. എന്നാൽ താൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്നും ബാക്കിയുള്ള എല്ലാ താരങ്ങളും 2 ദിവസത്തിനകം തന്നെ ഓക്കെ ആകുമെന്നും ഡെംബലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനിപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് പനി പിടിപെട്ടിരുന്നു. ക്യാമ്പിൽ പനി പിടിച്ച ആദ്യത്തെ വ്യക്തി അത് ഞാനാണ്. ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ടീമിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ താരങ്ങളും 2 ദിവസത്തിനകം തന്നെ പൂർണ്ണ സജ്ജരാകും. ഇതാണ് ഒസ്മാൻ ഡെംബലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വരുന്ന 17-ാം തീയതി അർദ്ധരാത്രിയാണ് ഫ്രാൻസ് യൂറോ കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. എതിരാളികൾ ഓസ്ട്രിയയാണ്. നിലവിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഓസ്ട്രിയയെ പരാജയപ്പെടുത്തുക എന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരിക്കും. ക്യാപ്റ്റൻ കിലിയൻ എംബപ്പയിൽ തന്നെയാണ് അവരുടെ മുഴുവൻ പ്രതീക്ഷകളും ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.